CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം. CCTV ഷോർട്ട് ന്യൂസിലേക്ക് സ്വാഗതം. ഗുരുവായൂർ ക്ഷേത്രത്തിലെ പുതിയ മേൽശാന്തിയായി മലപ്പുറം മുതൂർ കൗപ്രമാർത്തമനയിൽ KM അച്യുതൻ നമ്പൂതിരിയെ തിരഞ്ഞെടുത്തു. കുന്നംകുളം നഗരസഭയ്ക്ക് മൊബൈൽ ദ്രവമാലിന്യ സംസ്കരണ യൂണിറ്റ് വാങ്ങുന്നത് സംബന്ധിച്ച് അജണ്ടയിൽ കൌൺസിൽ യോഗത്തിൽ ബഹളം. കോൺഗ്രസ് അംഗങ്ങളുടെ ആവശ്യത്തെ തുടർന്ന് പകുതി തുക മുൻകൂറായി നൽകുന്നത് സംബന്ധിച്ച അജണ്ട വോട്ടിനിട്ട് അംഗീകരിച്ചു. താലൂക്ക് സർവേയിൽ പുന്നയൂർക്കുളം ഉപ്പുങ്ങളിൽ 5 ഏക്കർ തണ്ണീർത്തടം കയ്യേറിയതായി കണ്ടെത്തി. ടൂറിസം പദ്ധതിക്കായി പഞ്ചായത്ത് നിശ്ചയിച്ച സ്ഥലം സ്വകാര്യ വ്യക്തിയുടേതല്ലെന്നും അളവെടുപ്പിലൂടെ തെളിഞ്ഞു. കടവല്ലൂർ കൊള്ളഞ്ചേരി തോടിന്റെ അറ്റകുറ്റപ്പണികൾ വീണ്ടും ആരംഭിച്ചു. കഴിഞ്ഞ വർഷം പാതിയിൽ നിർത്തിയ ജോലികളാണ് ഇപ്പോൾ നടത്തുന്നത്. ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ പാലിയേറ്റീവ് രോഗി ബന്ധ സംഗമം സംഘടിപ്പിച്ചു. കീടബാധ കണ്ടെത്തിയ മുതുവമ്മൽ കോൾപ്പടവിൽ ഉദ്യോഗസ്ഥ സംഘമെത്തി. നെല്ല് ഗവേഷണ കേന്ദ്ര മേധാവിയും സംഘവുമാണ് സന്ദർശനം നടത്തിയത്. MLA NK അക്ബറിന്റെ പ്രത്യേക വികസന ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച ചാവക്കാട് നഗരസഭ 22-ാം വാർഡിലെ BBLP സ്കൂളിലെ പുതിയ ടോയ്ലറ്റ് ബ്ലോക്ക് ഉദ്ഘാടനം ചെയ്തു. ചാവക്കാട് നഗരസഭയിൽ ജോബ് സ്റ്റേഷൻ പ്രവർത്തനം തുടങ്ങി. ഡിജിറ്റൽ സാക്ഷരതയും തൊഴിലവസരങ്ങളും വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിട്ടാണ് വിജ്ഞാന കേരളം പദ്ധതിയുടെ ഭാഗമായി ജോബ് സ്റ്റേഷൻ ആരംഭിച്ചത്. ഇളവള്ളി ഗ്രാമപഞ്ചായത്തിൽ 5-ാം വാർഡ് പറക്കാട് വ്യാപാര ഭവൻ റോഡ് കോൺക്രീറ്റിംഗ് പൂർത്തീകരിച്ച് തുറന്നുകൊടുത്തു. അവാർഡ് ജേതാക്കൾക്ക് അനുമോദനവുമായി മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത്. മികച്ച ഗ്രാമപഞ്ചായത്തിനുള്ള സ്വരാജ് ട്രോഫി 4 തവണ തുടർച്ചയായി കരസ്ഥമാക്കിയ ഇളവള്ളി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങൾ ജില്ലയിൽ 1-2 സ്ഥാനം കരസ്ഥമാക്കി മഹാത്മാ അവാർഡ് നേടിയ വെങ്കിടങ്ങ് പാവറട്ടി ഗ്രാമപഞ്ചായത്തുകളിലെ ഭരണസമിതി അംഗങ്ങൾ എന്നിവർക്കാണ് അനുമോദനം നൽകിയത്. കടവല്ലൂർ തരിശുരഹിത പഞ്ചായത്തായി പ്രഖ്യാപിക്കുന്നതിന്റെ ഭാഗമായി സംഘാടക സമിതി രൂപീകരിച്ചു. രാസലഹരിയും കഞ്ചാവുമായി കൈപ്പറമ്പിൽ നിന്നും യുവാവിനെ എക്സൈസ് സംഘം പിടികൂടി. കൈപ്പറമ്പ് ആറമ്പുള്ളി തലക്കോട്ടൂർ വീട്ടിൽ എബിൻ ബാബുവിനെയാണ് ജില്ലാ എക്സൈസ് സംഘം പിടികൂടിയത്. യൂത്ത് കോൺഗ്രസ് കാട്ടകമ്പാൽ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ലഹരിക്കെതിരെ സമാധാനത്തിന്റെ കൈമുദ്ര പതിപ്പിച്ചു. രക്താർബുദം ബാധിച്ച +2 വിദ്യാർത്ഥി ദിൽജഹാനെ ജീവിതത്തിലേക്ക് തിരിച്ചുകൊണ്ടുവരാൻ സുമനസുകൾ കനിയണം. നാട്ടുകാർ ചേർന്ന് ചികിത്സാ സഹായ സമിതിക്കും രൂപം നൽകിയിട്ടുണ്ട്. ഇരുമ്പപ്പെട്ടി ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ ഉത്ര മഹോത്സവം ആഘോഷിച്ചു. കടവല്ലൂർ പഞ്ചായത്തും കൃഷിഭവനും സർവീസ് സഹകരണ ബാങ്കും കുടുംബശ്രീയും സംയുക്തമായി നടത്തുന്ന വാർഡുതല അഗ്രോ ക്ലിനിക്കിന്റെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് PA രാജേന്ദ്രൻ നിർവഹിച്ചു. കടങ്ങോട് പഞ്ചായത്തിലെ 15-ാം വാർഡിൽ ഉൾപ്പെടുന്ന പുതിയ മാതൃപാടശേഖരത്തിലേക്കുള്ള നീർച്ചാൽ സ്വകാര്യ വ്യക്തി മണ്ണിട്ട് നികത്തുന്നതിനെതിരെ പ്രതിഷേധം. പോർക്കുളം പഞ്ചായത്തിൽ പാലിയേറ്റീവ് ദിനാചരണവും കുടുംബസംഗമവും നടത്തി. തലക്കോട്ടുകര വിദ്യാ എഞ്ചിനീയറിംഗ് കോളേജിൽ ആരംഭിച്ച ഒറാക്കിൾ സെന്റർ ഓഫ് എക്സലൻസ് ഗവേഷണ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം നടത്തി. പ്രകൃതി സംരക്ഷണ സംഘത്തിന്റെ നേതൃത്വത്തിൽ പറവകൾക്ക് സ്നേഹത്തണ്ണീർക്കുടം പദ്ധതിയുടെ ഭാഗമായി പഴഞ്ഞി മാർ ബസേലിയോ സ്കൂൾ അങ്കണത്തിൽ സ്ഥാപിച്ച സ്നേഹത്തണ്ണീർക്കുടത്തിന്റെ ഉദ്ഘാടനം പ്രധാനാധ്യാപകൻ G. ജോർജ് നിർവഹിച്ചു. പെരുമ്പിലാവ് അൻസാർ ട്രെയിനിംഗ് കോളേജ് NSS യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ പീപ്പിൾസ് ഫൗണ്ടേഷനുമായി ചേർന്ന് വയനാട് ദുരന്തബാധിത മേഖലയിലെ പുനരധിവാസ പദ്ധതിയിലേക്കുള്ള 2ാം ഘട്ട ധനസഹായം കൈമാറി. CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ ഷോർട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, ഫേസ്ബുക്ക് പേജ്, യൂട്യൂബ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv online.tv സന്ദർശിക്കുക. നമസ്കാരം.